വെൽക്കം ബാക്ക്. എ ലവിംഗ് ഫാമിലി, ദ ലാസ്റ്റ് ഓഫ് ദ റിയൽ ലക്ഷറീസ് ഇൻ ലൈഫ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം ആലോചിച്ചിട്ടുണ്ട്. വാട്ട് മേക്സ് എ ഫാമിലി? നമ്മൾ ജനിച്ചു വന്ന ആൾക്കാരാണോ? നമ്മൾ വളർന്നു വന്ന ആൾക്കാരാണോ? നമ്മുടെ ജീവിതം ദുഷ്കരമാകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തുന്ന ആൾക്കാരാണോ? എനിക്ക് തോന്നുന്നത് ഇത് മൂന്നും കൂടി ചേർന്നതാണ് ഒരു ലവിംഗ് ഫാമിലി എന്നാണ്. ഈ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും അസാധാരണമായ സമ്മാനങ്ങളിൽ ഒന്നാണ് ഇതെന്ന് ഞാൻ കരുതുന്നു. ലവിംഗ് ഫാമിലി എന്നാൽ പൂർണ്ണതയുള്ള കുടുംബമെന്നല്ല. ഒരു കുടുംബവും പെർഫെക്റ്റ് അല്ല. അവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, ദുഷ്കരമായ സമയങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു ലവിംഗ് ഫാമിലി ഫൈൻഡ്സ് ഇറ്റ്സ് വേ ബാക്ക്. ഇറ്റ് ഫോർഗിവ്സ്, ഇറ്റ് ഗിവ്സ് സ്പേസ്. നിങ്ങൾക്ക് ചുറ്റും ഒരു കുടുംബമുണ്ടെങ്കിൽ അവരെ വിളിക്കൂ, അവരെ സന്ദർശിക്കൂ. ഒരു പ്രത്യേക ഒക്കേഷന് വേണ്ടി കാത്തു നിൽക്കാതെ ഐ ലവ് യു പറയുക, ഒരുമിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ചിരിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ ബഹളവും ശമിച്ച് നമ്മൾ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ ആൾക്കാർ മാത്രമാണ് ശരിക്കും മാറ്റർ ചെയ്യുന്നത്. ഇറ്റ്സ് ഓൾവേസ് ദ പീപ്പിൾ. അവരെ ചേർത്ത് പിടിക്കുക, നന്നായി സ്നേഹിക്കുക, എല്ലാ ദിവസവും അവരെ തിരഞ്ഞെടുക്കുക. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ലക്ഷറി, യുവർ മോസ്റ്റ് പ്രഷ്യസ് വൺ. ഇനി നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു 200 ഗ്രാം വെണ്ടയ്ക്ക വാങ്ങിച്ച് കഴുകി നന്നായി തുടച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം കട്ട് ചെയ്ത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് വീണ്ടും അതിനെ 4 ആക്കണം. വെണ്ടയ്ക്കയെല്ലാം ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഗാർലിക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് ഒരു ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ ഉള്ളിയെല്ലാം ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞളിടുന്നു. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1/2 ഇടുന്നു. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 10-12 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റായി. വെണ്ടയ്ക്കെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നന്നായി സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇടുക. വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി. ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ വരാം. ടിൽ ദെൻ ബൈ ബൈ, സീ യു.